പുസ്തകം എഴുതി അതിന് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ബുക്കിനുള്ള നാഷണൽ അവാർഡ് കിട്ടി. അതും സിനിമയെ കുറിച്ചുള്ളൊരു പുസ്തകം തന്നെയായിരുന്നു. അതെ അതെ. അദ്ദേഹം അതുപോലെ ഈ അടുത്ത സമയത്താണെങ്കിലും ചിത്രങ്ങളിൽ മരണത്തിന് മുമ്പാണെങ്കിലും രസതന്ത്രം, ഭാര്യ സ്വന്തം സുഹൃത്ത് അങ്ങനെയുള്ള ചിത്രങ്ങളിലും ഡയറക്ടേഴ്സ് കഴിയുന്നത്രയും അദ്ദേഹത്തെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു ഗോപിച്ചേട്ടന് ശാരീരികമായിട്ടുള്ള ആ ഒരു അവശത ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഗോപിച്ചേട്ടനെ കൊണ്ട് മാത്രം സിനിമകൾ അദ്ദേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് വളരെ സ്വകാര്യതയിലിരിക്കുന്ന സമയത്ത് ഡബിങ് തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ അവശത വന്നതിന് ശേഷം പിന്നെ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു അതിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം പറയുന്ന എക്സെൻട്രിക് ആയിട്ടും അല്ലാത്തയും കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പിന്നീട് മനസ്സിനകത്ത് കുറേ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സാധിക്കാതെ വരുന്ന നല്ല സങ്കടം ഉണ്ടായിരുന്നു. 86-87 ആ സമയത്താണ് അദ്ദേഹത്തിന് ആ ഒരു അസുഖം ഉണ്ടാകുന്നത്. അതോടുകൂടി ശരിക്കും നമ്മുടെ ആ ജനുസിൽപ്പെട്ടൊരു സിനിമകളില്ലാതായി തീർന്നു. അല്ലെങ്കിൽ നെടുമുടി വേണു ചേട്ടനും ഗോപിച്ചേട്ടനും ഒക്കെ കോമ്പിനേഷൻസിലുള്ള ഒരുപാട് സിനിമകൾ രൂപപ്പെട്ട് വന്നിരുന്നു. നല്ല സിനിമകൾ രൂപപ്പെട്ട് വന്നേ. ഈ ഒരു സെറ്റ് ബാക്കിന് ആ ഒരു സമയത്ത് അനുഭവിച്ച പോലത്തെ ഒരു ക്യാരക്ടറും പിന്നീട് അദ്ദേഹം ചെയ്തു എന്ന് തോന്നുന്നു. വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയിൽ കലാഭവൻ മണിയുടെ അച്ഛനായിട്ട് കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയ ഒരു ക്യാരക്ടർ. പക്ഷെ ഭയങ്കര എല്ലാത്തിനോടും ദേഷ്യം, എല്ലാത്തിനോടും നല്ലത് ചെയ്യുന്ന മകനോടും ഭയങ്കര ദേഷ്യം, സ്വന്തം ജീവിതത്തെ തന്നെ കേഴ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടും. പിന്നെ വന്ന മിക്ക സിനിമകളിലും ഏകദേശം അത്തരം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ചെയ്തതെല്ലാം. കാരണം നമുക്ക് ഗോപിച്ചേട്ടനെ വേണം, നമുക്ക് സിനിമയിൽ ഗോപിച്ചേട്ടൻ്റെ സാന്നിധ്യം വേണം എന്നുള്ളത് തന്നെയായിരുന്നു അല്ലേ. അതുകൊണ്ട് അത്തരം കഥാപാത്രങ്ങളായിരുന്നു കൂടുതലും ചെയ്തത്. അതിൻ്റെ തന്നെ വിഷമങ്ങളും ഗോപിച്ചേട്ടനുണ്ടായിരുന്നു. എന്നെ കൊണ്ട് വയ്യാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഗോപി സാറിന് ഈ ഒരു നടൻ്റെ ഒരു സംവിധായകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ സാറുമായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. അപ്പം ആ ഒരു രീതിയിൽ എന്തായിരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഇല്ല, ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ആക്ടർ എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്ത് വന്നപ്പോൾ സിബിയും ഭാഗ്യലക്ഷ്മിയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അദ്ദേഹത്തിന് ഓർക്കാപ്പുറത്തുണ്ടായ ഈ ദുർവിധിയെക്കുറിച്ചിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശരിക്കും ഈ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഫിലിം ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഗോപിയുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 72-ൽ സ്വയംവരം വന്നു, 78-ൽ കൊടിയേറ്റം വന്നെങ്കിൽ തന്നെ അദ്ദേഹം വളരെ സജീവമാകുന്ന 80s-ലാണ്. 80s-ൽ ആക്ച്വലി മലയാള സിനിമ ഫിലിം ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുന്ന രീതിയിലാണ് ഗോപിയുടെയും വേണുവിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും ആക്ടേഴ്സ് എന്നുള്ള നിലയ്ക്കുള്ള എൻട്രൻസ്. 86-ൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്ന സമയമുള്ള ഈ 6 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഒരുപാട് നമുക്ക് ഒരു ആക്ടർക്ക് ഡ്രീം ചെയ്യും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് അദ്ദേഹം വളരെ ബിസി ആയിരിക്കുന്ന കാലഘട്ടം ഞങ്ങൾ വളരെ 77 മുതൽ അദ്ദേഹം വിട പറയും മുമ്പേ എന്നുള്ള ഫിലിമിലേക്കാണ് എൻ്റെ ഗ്രീഷ്മം കഴിഞ്ഞ ഉടനെ അതിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഒരു വൈറ്റ് പാൻറ്റും ഷർട്ടും ഒരു ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതുമായിട്ടാണ് വേണു വിളിച്ച് പറഞ്ഞിട്ട് മദ്രാസ് പോകുന്നത്. മോഹനൻ, ഡയറക്ടർ മോഹനൻ, അവിടെ വെച്ചിട്ടാണ് പുള്ളി ആ ഫിലിം ഇൻഡസ്ട്രി സെറ്റപ്പിൽ ആസ് എൻ ആക്ടർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു 80 മുതൽ 86 വരെ എനിക്ക് തോന്നുന്നു ഒരു 10-30 സിനിമകളിലെങ്കിലും അത് പല ചിത്രങ്ങളും വളരെയധികം വിജയിച്ച ചിത്രങ്ങളും അതിലെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇത്രയും ഇന്നും മനസ്സിൽ എല്ലാവരും ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും ഗോപി സാറിൻ്റെ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ, അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കഴിയുന്നത്രയും ഇവർ 3 പേരും ചേർന്ന് പറഞ്ഞ പോയിന്റ്സിലൂടെ കവർ ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ ഇന്നലത്തെ എപ്പിസോഡും ഈ എപ്പിസോഡും കൂടെ കൂടുമ്പോഴാണ് ഭരത് ഗോപി സാറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പൂർണ്ണമാകുന്നത്. ഈ എപ്പിസോഡിലെ ഈ 2ാം ഭാഗത്തിലെ ഡിസ്കഷൻ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഭരത് ഗോപി സാറിൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുടെ ഈ 2ാം ഭാഗത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉള്ളൊരു സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ക്രിട്ടിക് ഒപ്പീനിയൻ. അദ്ദേഹത്തിന് പരാജയമായി തീർന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വിധി തന്നെയാണ്. ഒരു നടൻ എന്നുള്ള നിലയിൽ കഴിവിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ശാരീരികമായി അസുഖം ബാധിക്കുന്നത്.
പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും, പിന്നീട് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു പൂർണ്ണ നടനായി തീരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പൂർണ്ണ നടനായി തീരാൻ കഴിയില്ല. ശാരീരികമായ അവശതകളുള്ളവർക്ക് പൂർണ്ണ നടനായി പ്രത്യക്ഷപ്പെടുക അസാധ്യവുമാണ്. കാരണം അതിൻ്റേതായ പരിമിതി അവരുടെ കഥാപാത്രങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ അവർക്ക് ചെയ്യാൻ കഴിയൂ. അത്തരം കഥാപാത്രങ്ങളിൽ തന്നെ വളരെ നിയന്ത്രിതമായ മൂവ്മെൻറ്റ്സ് അവർക്ക് സാധിക്കൂ. അപ്പോൾ ഒരു സിനിമാഭിനയം എന്ന് പറയുമ്പോൾ അത് എല്ലാ തലങ്ങളിലേക്കും പോയിട്ടാണ്. ഒരൊറ്റ ഭാവം കൊണ്ടുള്ള അഭിനയം അല്ല അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഘടകങ്ങളില്ല. അപ്പം നടൻ്റെ ശാരീരികമായ എല്ലാ സാധ്യതകളും അവിടെ ഉപയോഗിക്കേണ്ടി വരും. അത്തരം സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ അദ്ദേഹം ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറി എന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും മലയാളത്തിൽ വളരെ വളരെ വ്യത്യസ്തതയുള്ള ധാരാളം കഥാപാത്രങ്ങളെ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്.